അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ 72 kg എങ്ങനെയാണ് 54 kg ട്രാൻസ്ഫോർമേഷൻ നടത്തിയെന്ന്. അപ്പോൾ അന്ന് ഞാൻ ചെയ്തിട്ടുള്ള എക്സസൈസും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാനിന്ന് പറഞ്ഞുതരാൻ പോണത്. ഞാനൊരു പ്രൊഫഷണലിസ്റ്റ് ഒന്നല്ല ഈ കാര്യത്തിൽ. അപ്പം ഞാൻ ചെയ്തിട്ട് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടായ എക്സസൈസും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോണേ. അപ്പോൾ ഞാനൊരു അമ്മയാണ്, എനിക്ക് തൈറോയ്ഡ് ഉണ്ട്, ഞാൻ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ടും എനിക്ക് ഫാറ്റ് ലോസ്, എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം. പിന്നെ ഞാനൊരു പ്രൊഫഷണലിസ്റ്റ് ഒന്നല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എൻ്റെതായ രീതിയിൽ ഞാൻ ചെയ്തതാണ്. പിന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അത് റൊട്ടീനായിട്ട് ചെയ്യുക, സ്കിപ്പ് ചെയ്യാണ്ട് റൊട്ടീനായിട്ട് ചെയ്യുക, ഡെയിലി ചെയ്യുക. ഒരു 15 minutes ഡെയിലി നമുക്ക് മാറ്റിവെക്കാനുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് തന്നെ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് 2 weeks ചെയ്യുകയാണെങ്കിൽ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബോഡിയിൽ കാണാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. എപ്പോഴും എക്സസൈസിന് മുന്നേ വാമപ്പ് നല്ലതാണ്. വി വിൽ ഡു അ സ്മോൾ ജോഗിങ്, ദാറ്റ് ഈസ് ഐ എം ഡൂയിങ് ഹിയർ നൗ. എപ്പോഴും എക്സസൈസ് ചെയ്യുമ്പോൾ പ്ലസൻ്റ് ആയിട്ട് വേണം വാമപ്പ് ചെയ്യാൻ. ലുക്ക് സ്ട്രെയിറ്റ്, യു നെവർ ഹിറ്റിംഗ് ദ ഹീൽസ് ഡയറക്ട്ലി ഇൻ ദ ഫ്ലോർ. ഒരിക്കലും കാൽപാദം ഡയറക്റ്റ് ആയിട്ട് ഫ്ലോറിൽ ചവിട്ടരുത്. പിന്നെ 1 minute നമ്മൾ ഈ വാമപ്പ് ചെയ്യുക. അങ്ങനെ പറ്റാത്തവർക്ക്, തുടക്കക്കാരാണെങ്കിൽ 30 seconds മാക്സിമം ചെയ്യാൻ നോക്കാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫാറ്റ് ബേണിങ് എക്സസൈസ് ആണ്. എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ്. വളരെ സിമ്പിൾ ആൻഡ് ക്വിക്കായിട്ട് ചെയ്യാം. ഈ എക്സസൈസ് നമ്മുടെ അണ്ടർ ആമിലെ ഫാറ്റൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. എക്സസൈസ് ഫോർ ബാക്ക് ആൻഡ് അണ്ടർ ആം ഫാറ്റ്. സിമ്പിൾ ആൻഡ് ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും വീട്ടിൽ നിന്നുകൊണ്ട്. ഒരു 20 times നമ്മൾ റൈറ്റിലേക്കാണ് ടേൺ ചെയ്തെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 20 times ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യാൻ നോക്കുക. അങ്ങനെ റിവേഴ്സിബിളായിട്ട് നമ്മൾ ചെയ്യാൻ നോക്കുക. അങ്ങനെ 1 minute ചെയ്യുക. വളരെ സിമ്പിൾ ആൻഡ് ക്വിക്കായിട്ട് നമുക്ക് റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം വളരെ സിമ്പിളാണ്, വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ എക്സസൈസിന് പറയുന്ന പേരാണ് ഹൈ നീ ജാക്ക്, അതായത് എക്സ്ട്രീം ഫാറ്റ് ബേണിംഗ് വർക്കൗട്ടാണിത്. ക്വിക്കായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുക, എന്നാൽ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു എക്സസൈസാണ്. നമ്മളൊന്ന് ആലോചിച്ചിട്ട് നോക്കിയേ, ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു എക്സസൈസാണ് ഇത്. നമുക്ക് തുടക്കത്തിലേ തന്നെ 1 minute ചെയ്യാൻ നോക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, എന്നാൽ ഒരുപാട് റിസൾട്ട് നമുക്ക് നമ്മുടെ ഫാറ്റൊക്കെ വളരെയധികം ക്വിക്കായിട്ട് ബേൺ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ്. അപ്പോൾ നിങ്ങളിത് ഇതിന് മിസ്സാവാണ്ട് നിങ്ങൾ ലാസ്റ്റ് വരെ കാണാം. എന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. ജമ്പിങ് ജാക്സിൻ്റെ ഒരു സ്ലോ വേർഷനാണിത്. അപ്പോൾ ഇതിന് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നമ്മുടെ മസിൽ സ്ട്രെങ്ത്തിനും വെയിറ്റ് ലോസിനും നമ്മുടെ ഹാർട്ട് ലങ്സിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനും, അതുപോലെ തന്നെ പ്രിവെൻഷൻ ടൈപ്പ് ഓഫ് ഡയബറ്റിക്സ് ആൻഡ് കൊളസ്ട്രോൾ, നമ്മുടെ ബോണിൻ്റെ ഹെൽത്തിനും ഡെൻസിറ്റിക്കും എല്ലാത്തിനും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു എക്സസൈസാണ്. പ്രായമായവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാണ്ട് 1 minute തന്നെ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ദ സിംപ്ലസ്റ്റ് വേ ടു ഇംപ്രൂവ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ബാലൻസ്. നമുക്ക് നമ്മുടെ ബോഡിയുടെ ഫുൾ ഫ്ലെക്സിബിലിറ്റിക്കും ബാലൻസിനും ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. നമുക്ക് തുടക്കത്തിൽ ചെയ്യുമ്പോൾ തന്നെ ഈ കാലിൻ്റെ തള്ളവിരലിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ തൊടാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റും. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയും ബാലൻസും ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇതിനെ പറയുക വിൻഡ് മില്ല് എന്നാണ് പറയുക. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ചെയ്യുമ്പോൾ യാതൊരു വിധ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ്. സ്ക്വാട്ട് എന്നാണ് ഈ എക്സസൈസിനെ പറയാം. നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാനും ഒരുപാട് വെയിറ്റ് ലോസിനും സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലെഗ് മസിൽസ് സ്ട്രോങ് ആക്കാനും, നമ്മുടെ ബോഡി പോസ്ചറിനും ഹെൽത്തി ജോയിൻസിനും നമ്മുടെ ബോഡി ബാലൻസിങ്ങിനും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള എക്സസൈസാണ്. 1 minute തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ഇത് നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കുന്ന എക്സസൈസാണ്. ഇത് നമ്മുടെ ഷോൾഡർ മൂവ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നമ്മുടെ കാലിൻ്റെ ടോയ്മേ പാദത്തുമേ ടച്ച് ചെയ്യുക. എന്നിട്ട് പിന്നെയും നമ്മൾ സ്ട്രെയിറ്റ് ആവാം. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക,
ഒന്ന് ഹോൾഡ് ചെയ്യുക, സ്ട്രെയിറ്റ് ആവുക, അങ്ങനെ ചെയ്യാൻ നോക്കുക. തുടക്കത്തിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ടഫാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു 20 പ്രാവശ്യം ചെയ്തതിന് ശേഷം ഗ്രാജ്വലി എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ എണ്ണം കൂട്ടാൻ നോക്കുക. അതായിരിക്കും നല്ലത്. വളരെ ബെനിഫിറ്റാണ്. കാരണം നമ്മുടെ ചാടിയ വയറ്, കുടവയറ്, ഫാറ്റ്, ഇതെല്ലാം വയറിലെ ഫാറ്റ് എല്ലാം കുറയ്ക്കാൻ ഒരുപാട് ഹെൽപ്ഫുള്ളാണിത്. ലഞ്ചസ് നമ്മുടെ മിഡ് സെക്ഷൻ ടോൺ ആവാനും അതുപോലെ തന്നെ ഇത് ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ റെക്ടസിനെയും അബ്ഡോമിനസിനെയാണ്. പിന്നെ ഒരുപാട് ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ വേസ്റ്റ് സ്ലിം ആവാനും സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അത് കൂടാണ്ട് നിങ്ങൾ 20 ടൈംസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യാൻ നോക്കുക. ഞാനിന്ന് പറഞ്ഞു തന്നിട്ടുള്ള 10 എക്സസൈസും സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 വീക്കിനുള്ളിൽ നിങ്ങൾക്ക് തന്നെ ഒരു മാറ്റം നിങ്ങളുടെ ബോഡിയിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകരിച്ചു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആരും വിലയിരുത്താൻ നിൽക്കണ്ട. കാരണം ഞാനൊരു പ്രൊഫഷണലിസ്റ്റ് ഒന്നല്ല. ഞാൻ എൻ്റേതായ രീതിയിൽ എനിക്കറിയാവുന്ന പോലെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും അത് ഉപകരിച്ചു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും റിസൾട്ട് കിട്ടും. സ്കിപ്പ് ചെയ്യാണ്ട് ഇതേ പാറ്റേണിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ 2 വീക്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഒരു മാറ്റം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.